ആപ്ലിക്കേഷൻ എക്സാം ഇതാ അടുത്തെത്തി. നമുക്ക് ഒട്ടും സമയമില്ല അല്ലേ? നമ്മളിങ്ങനെ നാളെ 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 എന്ന് വിചാരിച്ച് ഇതാ ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് ഇപ്പോൾ വന്നത്. നമ്മുടെ 2 ചാപ്റ്റേഴ്സ് അല്ലേ, നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളത്. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടറും അതേപോലെ തന്നെ നമ്മുടെ കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് ഷുവർ ആയിട്ട് ചോദിക്കാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഇപ്പോൾ വന്നത്. അപ്പൊ ഈ കുറച്ച് മാത്രമല്ല, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഇന്ന് രാത്രി കൃത്യം 7 PM നമ്മുടെ ലൈവിൽ പറയുന്നതായിരിക്കും. ആരും ആ ഒരു ലൈവ് മിസ് ചെയ്യരുത് മക്കളെ. കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറയും ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നല്ല. അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ എക്സാം നടത്തുന്നുണ്ടായിരിക്കും. നമുക്കിതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കിനി പബ്ലിക്കിനും ഒക്കെ നമുക്ക് ഈ ചാപ്റ്റർ ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ഇപ്പൊ പഠിച്ച് സെറ്റാക്കി വെച്ചാൽ ഫുൾ സെറ്റാണ്. അപ്പൊ എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. അപ്പൊ എല്ലാവരും കറക്റ്റ് 7 PM എത്താം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്പർ കൺവേർഷൻ ഒക്കെ. അപ്പൊ നമ്പർ കൺവേർഷൻ എന്നൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവും. നമ്പർ കൺവേർഷൻ ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അതുപോലെ എങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനെയും അപ്രോച്ച് ചെയ്യാന്നൊക്കെ നമ്മൾ ഇന്നത്തെ ലൈവിൽ പറയൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? യെസ്, ബേസ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ആണ് ചോദിച്ചത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 16 ആണ്. ഓക്കെ, 16. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് അബൌട്ട് യൂണിക്കോഡ്. ഡാറ്റ റെപ്രസെൻറ്റേഷൻസിൽ നമ്മൾ ഡാറ്റാസിൽ എങ്ങനെയാണ് ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചതാണ് ആസ്കി, ഇസ്കി, എപ്സിഡിക്, യൂണിക്കോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ മിസ് പറഞ്ഞിരുന്നു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യൂണിക്കോഡാണ്. അപ്പോൾ യൂണിക്കോഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം അതിന് വേൾഡിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 16 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2⁻16 അതായത് 65,536 ക്യാരക്ടേഴ്സിനെ ഈ യൂണിക്കോഡ് വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം 3 മെത്തേഡ്സ് ഫോർ റെപ്രസെൻറ്റിംഗ് ആൻ ഇൻഡിജർ നമ്പർ ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. ഒരു കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമ്മൾ ഇൻഡിജേഴ്സിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാം? മക്കളെ നമ്മൾ 3 മെത്തേഡാണ് പഠിച്ചത് അല്ലേ? ഇൻഡിജർ നമ്പർ ആണെങ്കിൽ യെസ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതേപോലെ തന്നെ വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്, ടൂസ് കോംപ്ലിമെന്റ് ഉണ്ട് അല്ലേ? ഈ 3 മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ 3 ആണെങ്കിലും നമ്മളോട് ചിലപ്പോൾ തിയറി മാത്രമല്ല ചോദിക്കുക. ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചത്? ജസ്റ്റ് നെയിം ആണ് ചോദിച്ചത്. പക്ഷെ ഇങ്ങനെയല്ല, ചിലപ്പോൾ നമ്മളോട് എങ്ങനെ ചോദിക്കും? ഒരു നമ്പർ തന്നിട്ട് ഇതിന് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ എഴുതാ, വൺസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ എഴുതാ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എളുപ്പമാണ്, ജസ്റ്റ് അതിന്റെ ബൈനറി കണ്ടിട്ട് 8 ബിറ്റ് ആക്കിയാൽ മാത്രം മതി. പക്ഷെ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ ഫസ്റ്റ് ബിറ്റിനെ പിടിച്ചിട്ട് 1 ആക്കാം. ഫസ്റ്റ് ബിറ്റിനെ MSBനെ പിടിച്ച് 1 ആക്കാം. സെക്കൻഡ് വൺസ് കോംപ്ലിമെന്റ് ആണെങ്കിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബൈനറി കാണുക, 8 ബിറ്റ് ആക്കുക, എന്നിട്ട് ആ കാണുന്ന 1നെ ഒക്കെ പിടിച്ച് 0 ആക്കുക, 0നെ ഒക്കെ പിടിച്ച് 1 ആക്കുക. ഓക്കെ, ഇനി ടൂസ് കോംപ്ലിമെന്റ് ആണെങ്കിലോ? ടൂസ് കോംപ്ലിമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം വൺസ് കോംപ്ലിമെന്റ് കാണണം. ഇതൊക്കെ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ആട്ടോ. അപ്പൊ ടൂസ് കോംപ്ലിമെന്റ് ആണെങ്കിൽ ആദ്യം വൺസ് കോംപ്ലിമെന്റ് കാണണം, എന്നിട്ട് അതിന്റെ കൂടെ ഒരു +1 ചെയ്യുക. വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ ഒരു +1 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് പേരാണ് ചോദിച്ചത്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് പറയാം 8 ബിറ്റ് ആണ്. ആദ്യത്തെ ബിറ്റ് അതായത് MSB എന്ന് പറഞ്ഞാൽ സൈന് കാണിക്കാനാണ്. പിന്നെ ബാക്കിയുള്ള 7 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കാണിക്കാനാണ്. ഇതാണ് ഇൻഡിജേഴ്സ്. ഇനി വൺസ് കോംപ്ലിമെന്റ് ആണെങ്കിലും 8 ബിറ്റ് ആണ്. അവിടെ നമ്മൾ എന്താ, നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ബൈനറി കണ്ട് 8 ബിറ്റ് ആക്കിയാൽ മാത്രം മതി. പക്ഷേ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ 0നെയൊക്കെ പിടിച്ച് 1 ആക്കുക, 1നെയൊക്കെ പിടിച്ച് 0 ആക്കുക. ഇനി ഇതല്ല, ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ 8 ബിറ്റ് ആക്കുക, എന്നിട്ട് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ സെയിം ബൈനറി കണ്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. പക്ഷെ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ആദ്യം വൺസ് കോംപ്ലിമെന്റ് കാണണം, എന്നിട്ട് അതിൻ്റെ കൂടെ ആഡ് 1. നമ്മൾ ബൈനറി അരിത്മെറ്റിക് ഒക്കെ പഠിച്ചതാണ്, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്ന നമ്പർ കൺവേർഷൻ, അതേപോലെ ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ ഈ ഡാറ്റാസിനൊക്കെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇനി ഇതേപോലെ ഫസ്റ്റ് ചാപ്റ്ററിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ മക്കളെ? കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ കോമ്പോണൻസ് ഓഫ്
കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, അക്യുമുലേറ്റർ, സ്റ്റോർ, ഡാഷ്. നമ്മൾ രജിസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ രജിസ്റ്റേഴ്സും പല കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ രജിസ്റ്റേഴ്സിൽ ഒരാളാണ് അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ അഡ്രസ് ആണോ മക്കളെ സ്റ്റോർ ചെയ്യാം? അല്ല. ഇൻസ്ട്രക്ഷൻ ആണോ സ്റ്റോർ ചെയ്യാം? അല്ല. അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ആണോ? അതുമല്ല. ഇന്റർമീഡിയറ്റ് റിസൾട്ട് ആണ് നമ്മുടെ അക്യുമുലേറ്റർ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഓരോ രജിസ്റ്റേഴ്സിൻ്റെയും പേരും പഠിക്കണം. ഓരോ രജിസ്റ്റേഴ്സും എന്താണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾ പഠിക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ HDMIൻ്റെ ഫുൾ ഫോം ആണ്. USB-യുടെയും HDMIൻ്റെ ഒക്കെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. HDMI എന്ന് പറഞ്ഞാൽ ഹൈ ഡെഫിനിഷൻ മൾട്ടിപ്പിൾ ഇൻ്റർഫേസ് ആണോ? അല്ല. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസിനെയാണ് നമ്മൾ HDMI എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ 4 freedoms ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫുൾ ഫ്രീ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് തരുന്ന 4 ഫ്രീഡംസ് ഉണ്ട്. ആ 4 ഫ്രീഡംസ് ആണ്. ഒന്ന് ഫ്രീഡം 0, നമുക്കത് റൺ ചെയ്യാനുള്ള ഫ്രീഡം. പിന്നെ നമുക്ക് 1, ഫ്രീഡം 1 എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ, അല്ലെ, ആ ഫ്രീഡത്തിന് എന്താണെന്ന് വെച്ചാൽ ആ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള ഫ്രീഡം തരുന്നുണ്ട്. പിന്നെ ഫ്രീഡം 2, അതെന്താ തരുന്നത്, നമുക്കതിനെ കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു കോപ്പി നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസ് ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമുക്കതിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ 4 ഫ്രീഡംസ് ആണ് നമുക്ക് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ തരുന്നത്. റെഡി? അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ 3 ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. ഹാർഡ്വെയർ, ഇ വേസ്റ്റ്, സോഫ്റ്റ്വെയർ. ഓക്കെ. ഇനി ഇ വേസ്റ്റിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് വാട്ട് ഈസ് ഇ വേസ്റ്റ്, അതേപോലെ തന്നെ ലിസ്റ്റ് ഫോർ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. അപ്പോൾ ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതാണ് ഇലക്ട്രോണിക് വേസ്റ്റ്. ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഫുൾ ലൈഫ്, അല്ലേ, യൂസ്ഫുൾ ലൈഫ് എൻഡ് ചെയ്യാനായിട്ടുള്ള നിയറിങ് യൂസ്ഫുൾ ലൈഫ്, നിയറിങ് ദെയർ യൂസ്ഫുൾ ലൈഫ്, അല്ലേ, നിയറിങ് എൻഡ് ഓഫ് ദെയർ കേട്ടോ, നിയറിങ് എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്, നിയറിങ് എൻഡ് of their nearing end of their useful life. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുള്ളത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പറയാം റീയൂസ്, റീസൈക്കിള്, പിന്നെ ഏതാണ് മക്കളെ, ഇൻസിനറേഷൻ, അല്ലേ, കത്തിക്കുന്ന ആ മെത്തേഡ്. ഹൈ ടെമ്പറേച്ചർ ഒക്കെ കൊടുത്ത് നമ്മൾ ഇൻസിനറേറ്ററിലിട്ട് കത്തിക്കും, അതാണ് ഇൻസിനറേഷൻ. പിന്നെ 4ാമത്തതാണ് നമ്മുടെ ലാൻഡ് ഫില്ലിംഗ്. ലാൻഡ് ഫില്ലിംഗ്. ഈ 4 എണ്ണമാണ് നമ്മുടെ ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അതേപോലെ അതിൻ്റെ ഫംഗ്ഷൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഇറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ആണ്, അല്ലേ, യൂസറിനെ സിസ്റ്റത്തിന്റെ ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഫംഗ്ഷൻ ആണ്. നമുക്ക് ഫംഗ്ഷൻസ് അറിയാം, അല്ലേ. ഒന്ന് നമുക്ക് പറയാം പ്രോസസ്സുകളെ മാനേജ് ചെയ്യും, പ്രോസസ് മാനേജ്മെന്റ് ഒരു ഫംഗ്ഷൻ ആണ്. മെമ്മറി മാനേജ് ചെയ്യും, അല്ലേ, മെമ്മറി മാനേജ്മെന്റ് മറ്റൊരു ഫംഗ്ഷൻ ആണ്. പിന്നെ ഫയൽ മാനേജ്മെന്റ്, അതേപോലെ തന്നെ ഡിവൈസ് മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ. യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിസ് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആരും നമ്മുടെ ലൈവ് മിസ് ചെയ്യരുത്. ഫുൾ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പറയാം. ഫ്രണ്ട്സിനൊക്കെ കൂട്ടാം, കറക്റ്റ് സമയത്ത് എത്താം. ഓക്കെ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കണം.